ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ അലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 500 രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ UG പ്രോഗ്രാം ആയിട്ടുള്ള BCom, BBA, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ 7 UG പ്രോഗ്രാമിനാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. 500 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി PG പ്രോഗ്രാം ആയിട്ടുള്ള MBA, MCom, MA ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 700 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് PG പ്രോഗ്രാമിന് മേടിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ താഴെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകളുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ലെങ്തി വീഡിയോ കണ്ടോളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് 2024 ജാനുവരി സെഷൻ്റെ 7ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിഷൻ എടുത്താൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ, കൺഫർമേഷൻ ഡിലേ, അതുപോലെ തന്നെ ID കാർഡ് ഡൗൺലോഡ്, നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ലോഗിൻ ആവാത്ത ഇഷ്യൂസ്, പിന്നെ നമ്മുടെ ക്യാൻസലേഷൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് പറയാൻ പോകുന്നത് ബുക്സിൻ്റെ കേസാണ് കേട്ടോ. അതായത് നമ്മുടെ ഇഗ്നോ മെറ്റീരിയലിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മളോട് എന്ത് ചെയ്യാണ്ട് കോഴ്സ് സെലക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇലക്ടീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം. അതിൻ്റെ മുകളിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി വേണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളവിടെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, നോർമലി നോ ആണ് കേട്ടോ, ഡിഫോൾട്ട് നോ ആണ് വരുന്നത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ബുക്സ് പോസ്റ്റലായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരും. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏതാണോ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ആ ഒരു അഡ്രസ്സിലോട്ട് ഇഗ്നോ തന്നെ അയച്ചു തരും. ഇനി അതേസമയം നിങ്ങൾ അവിടെ നിന്ന് ആ ഡിഫോൾട്ട് ആ നോ എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് എസ് എന്നാക്കുക, അതായത് സോഫ്റ്റ് കോപ്പി എസ് എന്നാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ബുക്സ് വരില്ല. നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ത് ചെയ്യണം, സൈറ്റിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം. സൈറ്റ് മാത്രമല്ല, നമുക്കൊരു ആപ്പും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബുക്സ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നമ്മളൊരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, അവസാനം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ സോഫ്റ്റ് കോപ്പി കൊടുത്താലും ഇല്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇഗ്നോയുടെ മെറ്റീരിയൽ ഇഗ്നോയുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ബുക്സിന് എമൗണ്ട് അടച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്സ് പോസ്റ്റലായിട്ട് വരും. അപ്പോൾ ചില ആൾക്കാർക്ക് ബുക്സിന് ഫീസ് അടച്ചോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ നോർമലി നിങ്ങൾ പ്രത്യേകിച്ച് ബുക്കിൻ്റെ കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുക്സ് വരും. കാരണം ഡിഫോൾട്ട് ബുക്സ് വരുന്ന രീതിയാണ്. ഇനിയല്ല, നമ്മൾ സെപ്പറേറ്റ് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് സോഫ്റ്റ് കോപ്പി എസ് എന്നാക്കി കൊടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ബുക്സ് വരാത്ത ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ സൈറ്റിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്സ് എപ്പോൾ കിട്ടുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. PDF ബുക്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. പ്രിൻറ്റഡ് ബുക്സ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ മെറ്റീരിയൽ ഡിവിഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പുറത്താണ്, ഡൽഹിയിലാണ് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കിത് അയക്കുന്നത്. ഒരിക്കലും നമ്മുടെ റീജിയണൽ സെൻറ്ററിൽ നിന്നല്ല കേട്ടോ അയക്കുന്നത്. നമുക്ക് റീജിയണൽ സെൻറ്റർ കൊച്ചിയും ട്രിവാൻഡ്രവും അതുപോലെ വടകരയൊക്കെ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നിയറസ്റ്റ് ഒക്കെ സ്റ്റഡി സെൻറ്റർ ഇല്ലേ, അവിടെ നിന്നൊന്നുമല്ല ബുക്സ് കിട്ടുന്നത്. ബുക്സ് നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് ഇഗ്നോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർ അത് അയക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. നോർമലി ഒരു സെം വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ MCom, MBA, BCA, MCA, പിന്നെ അങ്ങനെ സെമ്മായിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന കുറേ കോഴ്സുകളുണ്ട്. അതായത് അവർക്ക് ഈ ജൂണിൽ എക്സാം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബുക്സ് നേരത്തെ കിട്ടും. കാരണം അവർക്ക് ഈ ഒരു മാർച്ച് ഏപ്രിൽ അസൈൻമെൻറ്റ് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എന്തായാലും ബുക്സ് കിട്ടണമല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ബുക്സ് വരുന്നതായിരിക്കും. ഇനി ബുക്സ് വരാൻ ലേറ്റ് ആയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അസൈൻമെൻറ്റ് പ്രിപ്പയർ ആക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, PDF ഡൗൺലോഡ് ആക്കിയിട്ട് പഠിക്കണം. ഇനിയിപ്പോൾ ഇയർ വൈസ് കേസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ BA പ്രോഗ്രാം, BCom, MA, ചില MSc പ്രോഗ്രാമിനൊക്കെ ഇയർ വൈസ് ആണ്. അപ്പോൾ അവർക്ക് ഡിസംബറിലാണ് എക്സാം ഉള്ളൂ. അപ്പോൾ ഒരു സെപ്റ്റംബറിലൊക്കെയാണ് അസൈൻമെൻറ്റ് പ്രിപ്പയർ ആക്കേണ്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം തന്നെ ബുക്സ് കിട്ടില്ല. എന്തായാലും ഒരു മെയ്, ജൂൺ, ജൂലൈ ആ ഒരു മാസമൊക്കെ എടുക്കും ബുക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമയോടെ അത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇഗ്നോയിൽ ഇത് കോമൺ ആണ്. നമ്മൾ അഡ്മിഷൻ എടുത്തു കൺഫേം ആയി ഉടനെ തന്നെ നമുക്ക് ബുക്സ് കിട്ടില്ല. ഒരു 2 months തൊട്ടിട്ട് 4 months, 6 months ഇത്രയും ടൈമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ കോമൺ ആണ്. അപ്പോൾ നിങ്ങൾ ബുക്സ് കിട്ടാൻ ഡിലേ ആവുമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പഠിക്കാതിരിക്കാനോ അസൈൻമെൻറ്റ് എഴുതാനോ ഒന്നും എന്താ പറയുക ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, ബുക്സൊക്കെ സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. സെയിം സംഭവം തന്നെയാണ് സൈറ്റിനകത്തുള്ളത്. സൈറ്റിനകത്തുള്ള സംഭവം അവർ പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് അയച്ചിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇനി നമുക്ക് ഇഗ്നോയുടെ ബുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് അഡ്വാൻസ് ലെവലിൽ ട്രാക്കിംഗ് ഒന്നല്ല, എന്നാലും ഏകദേശം സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നോക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും കൺഫർമേഷൻ വന്നിട്ടുണ്ടാവുക മെയിലോ മെസ്സേജോ വഴിയായിരിക്കും. മെയിൽ വന്ന ആൾക്കാർക്ക് ഏറ്റവും താഴോട്ട് ആ കൺഫർമേഷൻ മെയിലിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി ഒരു ലിങ്ക് വന്നിട്ടുണ്ടാവും. ആ ലിങ്കിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിനകത്തോട്ട് വരിക. ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻറ്റ് സെക്ഷൻ ഉണ്ട്. അതിനകത്ത് 6ാമതായിട്ട് ഇവിടെ കാണാൻ കഴിയും സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് 2024 ജാനുവരി, 2023 ജൂലൈ, 2023 ജാനുവരി, അങ്ങനെ ഒരുപാട് കാണും. അപ്പോൾ നമ്മളിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുള്ള 2024 ജാനുവരി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും കേട്ടോ. ഇതൊരിക്കലും ആക്യുറേറ്റ് ഒന്നുമല്ല, കാരണം ഇതിനകത്തുള്ളത് പോലെ എല്ലാ ബുക്സ് വരിക. എന്നാലും ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൺഫർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ ഒരു എൻറോൾമെൻറ്റ് നമ്പർ വെച്ചിട്ടാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. ചില ആൾക്കാർക്ക് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് റെഡ് കളറിൽ എൻറോൾമെൻറ്റ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെന്ന് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കൺഫർമേഷൻ വന്ന ഉടനെ തന്നെ എല്ലാ സ്ഥലത്തും ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞാലാണ് ഇവിടെ റെഡി ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ അത്രയും ടൈം എടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൺഫർമേഷൻ വന്നിട്ട് ഇപ്പോൾ 1 മാസമൊക്കെ ആയെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ലോഗിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എൻറോൾ നമ്പർ കൊടുക്കുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയുടെ ഉള്ളിൽ വരാം, ചിലപ്പോൾ ആ ഡേറ്റ് കഴിഞ്ഞിട്ടൊക്കെ വരാം. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. ചില ആൾക്കാർക്ക് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയുടെ അവിടെ ഇങ്ങനെ 00 കിടക്കുന്നുണ്ടാവും. അത് അവരവിടെ അയക്കാത്തതുകൊണ്ടാണ് അങ്ങനെ 00 കിടക്കുന്നത്. അപ്പോൾ അവർ അയക്കുന്ന സമയത്ത് അവിടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റഡി മെറ്റീരിയൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ബുക്സ് ഒരിക്കലും നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ടൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങുക. അസൈൻമെൻറ്റും എക്സാമും ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം ബുക്സ് കിട്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിലേ ആയി പോകത്തേ ഉള്ളൂ. ചില ആൾക്കാർക്ക് കിട്ടാൻ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാൻ 2 ടൈപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഒന്ന് വന്നിട്ടുള്ളത് സൈറ്റ് വഴിയും മറ്റൊന്ന് ആപ്പ് വഴിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് സൈറ്റ് വഴി നോക്കാം. സൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ബുക്സും അസൈൻമെൻറ്റും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ പല സൈറ്റും നിങ്ങൾക്ക് പല സംഭവങ്ങളും പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ അത് ഇഗ്നോയുടെ തന്നെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഒഫീഷ്യൽ ആപ്പിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ സൈറ്റ് വഴിയാണ് ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 3ാമതായിട്ട് ഈ ഗ്യാൻഘോഷ് എന്നുള്ളത് ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഗ്യാൻഘോഷ് സൈറ്റിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഗ്യാൻഘോഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമുക്കിതിനകത്ത് മെറ്റീരിയൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ കുറേ ക്ലാസ്സുകൾ, യൂട്യൂബ് ക്ലാസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ FB ലൈവ് റെക്കോർഡഡ് വീഡിയോസ്, പിന്നെ സ്വയം കോഴ്സ്, പിന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഇപ്പോൾ നമ്മൾ ലൈബ്രറി എന്നൊക്കെ പറയില്ലേ, ഒരു ടൈപ്പ് ഓഫ് ഓൺലൈൻ ഒരു ലൈബ്രറി പോലെയാണ് ഈ ഒരു സംഭവം. ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഈ ഗ്യാൻഘോഷിന് ചെയ്യാം. പക്ഷേ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് 2ാമതായിട്ട് ഓപ്ഷൻ കാണും സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, SLM എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സ്കൂൾ ഇങ്ങനെ കാണും. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് സയൻസ്, എഡ്യൂക്കേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം ഏത് സ്കൂളിൻ്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇഗ്നോർ പ്രോസ്പെക്ടസ് നോക്കുക. പ്രോസ്പെക്ടസ് നോക്കിയിട്ട് പേജ് നമ്പർ നോക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ അവിടെ ഏത് സ്കൂളിൻ്റെ അണ്ടറിലാണെന്നുണ്ടാവും. ഇപ്പോൾ കോമേഴ്സ് കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അണ്ടറിലാണ്. അതേസമയം ഇപ്പോൾ BA സോഷ്യോളജി, സൈക്കോളജി അതൊക്കെ ആണെന്നെങ്കിൽ എന്താണ് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ അണ്ടറിലാവും വരിക. ഇനിയിപ്പോൾ സയൻസ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഓഫ് സയൻസിൻ്റെ അണ്ടറിലാവും വരിക. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ MBA ആണ് എടുക്കണമെങ്കിൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, അപ്പോൾ അതെടുക്കുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ലെവൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് ലെവൽസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡിഗ്രി പ്രോഗ്രാം ആണോ, സർട്ടിഫിക്കറ്റ് ആണോ, ഡിപ്ലോമയാണോ, അതോ മാസ്റ്റർ ഡിഗ്രി ആണോ. അപ്പോൾ ഞാൻ പറഞ്ഞു MBA ആണെന്ന്. അപ്പോൾ അത് മാസ്റ്റർ ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഉണ്ടാവും ആർക്കൈവ്ഡ് ഉണ്ട്, പിന്നെ കറണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കറണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഇങ്ങനെ കാണും. ഇപ്പോൾ MBA ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് MBA ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇതിനകത്ത് വേണ്ടത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ആണെന്ന് MBA MM എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെമസ്റ്റർ 1, 2, 3, 4 അങ്ങനെ നമ്മുടെ എല്ലാ സെമസ്റ്ററും കാണും. അപ്പോൾ സെമസ്റ്റർ 1 എടുത്തു.
അതെടുത്ത് ഇങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സെം 1ലുള്ള എല്ലാ സബ്ജക്റ്റും MMPC 1 തൊട്ടിട്ട് 7 വരെയുള്ള സബ്ജക്റ്റാണ് സെം 1ലുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ സബ്ജക്റ്റ് അതായത് MMPC 1 തന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും അതിനകത്ത് ഒരുപാട് ബ്ലോക്ക് അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഭാഗം 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അതേപോലെ ഇതിനകത്ത് ബ്ലോക്ക് 1, 2, 3, 4 അങ്ങനെ പറഞ്ഞിട്ടുള്ള 3 ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബ്ലോക്ക് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റർ ആയിട്ട് അതായത് യൂണിറ്റ് 1, 2, 3 അങ്ങനെ കുറേ ചാപ്റ്റർ ഉണ്ട്. അപ്പം നമുക്ക് യൂണിറ്റ് 1 സെലക്ട് ചെയ്യണമെങ്കിൽ യൂണിറ്റ് 1 ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ യൂണിറ്റ് 1 എന്നിട്ട് പറഞ്ഞിട്ട് വ്യൂ ഓർ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അത് ഡൗൺലോഡായിട്ട് വരും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ MBA ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് സബ്ജക്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും വരുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഈ സെയിം സംഭവം തന്നെയാണ് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഓരോ ചാപ്റ്റർ വഴി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ആകെ ദേഷ്യം വരും. പക്ഷേ ഇതിനകത്തുള്ളത് ഭയങ്കര ക്വാളിറ്റി സംഭവങ്ങളാണ്. നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് സൈറ്റ് വഴി എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആപ്പ് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ വരിക. ഇത് ആപ്പ് സ്റ്റോറിൽ കിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇഗ്നോ ഈ കണ്ടൻറ്റ് ആപ്പ് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതാ ഈ രണ്ടാമതായിട്ട് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ്, ഇഗ്നോ ഈ കണ്ടൻറ്റ് ആപ്പ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഭാഗമാണ് വരുന്നത്. ഇതിനകത്ത് മാസ്റ്റർ ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ്, അതേഴ്സ് എന്നുകൊണ്ട് ഇങ്ങനെ കാണും. അപ്പോൾ ഞാൻ സെയിം നേരത്തെ ഞാൻ MBA എടുത്ത പോലെ തന്നെ ഇവിടെ ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ പോവുകയാണ്. ഡിഗ്രി എടുത്തു. അപ്പോൾ ഇതിനകത്ത് ഇഗ്നോയ്ക്കകത്ത് കൊടുക്കുന്ന മാസ്റ്റർ ഡിഗ്രി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് MBA ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ MBA എടുക്കാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് MBA മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് തന്നെ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എടുത്തപ്പോൾ ഇതാ MPC 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെ സബ്ജക്റ്റ് പഠിക്കാനുണ്ടോ അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് MPC 1 ആണ് വേണ്ടത്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് വീണ്ടും ബ്ലോക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് ബ്ലോക്ക് 1 ആണ് കേട്ടോ ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് 1 നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നോക്കാവുന്നതാണ്. ഓക്കെ, ഇതിങ്ങനെ നമുക്കിങ്ങനെ ഓരോ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ മുകളിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ റൈറ്റ് സൈഡിൽ മുകളിലുണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വ്യൂ ചെയ്തിട്ട് പഠിക്കാനും അതുപോലെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് ഈ ഒരു ആപ്പാണ്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സുഖമായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ മറ്റേത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസും ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൈറ്റും റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ്സ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ.